എൻ്റെ പോലെ ഏതെങ്കിലും ഒരു ബാറിൽ അവന് ഒരു പാർട്ണർഷിപ്പില്ല, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല, അവരുടെ മൊബൈൽ ഫോൺ അവൻ അഡ്മിനല്ല, അവൻ അതുമായിട്ട് ബന്ധമില്ല, ഇതൊന്നുമില്ലാത്ത ആളിനെ അത് പറയുന്നത് അതിൻ്റെ മറുവശം ഞാനതൊരു ആർഗ്യുമെൻ്റായിട്ട് പറയുന്നില്ല, അത് ബഹുജന സമക്ഷത്തോട്ട് ഞാൻ വെക്കുകയാണ്, അവർ തീരുമാനിച്ചോട്ടെ. അങ്ങനെയുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് ഈ ഒരു യഥാർത്ഥ സ്ഥിതി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ കൂടി ശ്രമിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. പോലീസിൻ്റെ അന്വേഷണം നടത്തുന്ന ആളുകൾ സ്വാഭാവികമായും ഈ ബന്ധങ്ങളും ബന്ധത്തെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ കൂടി എന്ന് പരിശോധിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഉള്ളതാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അനിമോൻ്റെ ബന്ധു ആരാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. വളരെ അനിമോൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആരാ? ഇവിടെ ആരാ? ഏരിയ ഇവിടൊക്കെ തന്നെ, ഇവിടെ തന്നെ. ഏരിയ എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റിയും തെറ്റിദ്ധരിക്കും. എങ്ങനെ? അല്ലല്ലല്ല, ഞാനെന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ പണി വേറെയല്ലേ. എൻ്റെ പണി ഇതൊന്നുമല്ലല്ലോ, എൻ്റെ ഡിഫറൻ്റാണ്. അത് വേറെ, അതിങ്ങനെ പോകും. പക്ഷേ നമ്മുടെ പതുക്കെ മര്യാദയ്ക്ക് നടന്ന നമ്മുടെ തലയിൽ കുതിര കയറാൻ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാനിത് പറയും. എനിക്കിത് നേരത്തെ അറിയാം, ആരാ ഈ പണിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. പക്ഷേ ഞാനൊരു സാമാന്യ മര്യാദ വെച്ചും നമ്മളുടെ പാർട്ടി ടു പാർട്ടി ഒരു ഡീസൻസി കാണിക്കണമെന്നുള്ളത് കൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞില്ലത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ഘട്ടത്തിൽ വന്നിട്ടും നമ്മൾ പറയാതിരുന്നാൽ ഉണ്ടാകാവുന്നത് എന്താ? തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ട. ഇതാർക്കാണ് ഈ അനിമോനുമായിട്ടുള്ള ബന്ധം എന്ന് CPM അന്വേഷിക്കണം. അന്വേഷണം നടത്തി ജനങ്ങളെ കൂടി അറിയിക്കണം. അതിനേക്കാൾ ബന്ധമുള്ള ആളുകൾ പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്. ഇല്ലില്ല, അനിമോനുമായിട്ടൊന്നും ഡയറക്റ്റ് റിലേഷൻസ് ഇല്ല, അത്രേ ഉള്ളൂ. അത് ഈ ഡയറക്റ്റ് റിലേഷനില്ല, അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ബന്ധത്തിനകത്ത് അത് കുത്തിക്കയറ്റാൻ പോകുന്നത്? എന്തിനാ? അവരുടെ വേറൊരു ബിസിനസ് വേറെ. അതും എൻ്റെ മോനുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമല്ല. അമ്പാടി ബാർ എന്ന് പറയുന്നത് അവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ബാറാണ്. അദ്ദേഹം മാത്രമല്ല, 5 പേര് ചേർന്ന് ആരംഭിച്ചതാണ്. അതിനുശേഷം പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ടായി. ആ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്. ഏതാ? എൻ്റെ മകൻ്റെ ഫാദറിലോ. മകൻ വന്നതിന് ശേഷം അദ്ദേഹവും മരിച്ചു. ഈ 2 തലമുറയിലെ ആളുകളും മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ആ ഷെയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുപെട്ടു. ഇത്രയുള്ള കാര്യം. അതിനിപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഏതും അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണത്തെക്കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അനിമ ഇതിനേക്കാൾ അടുത്ത ബന്ധമുള്ള ആളുകളുണ്ട്. ഇതുമായിട്ട് കൊട്ടിഘോഷിച്ച് നടക്കുന്ന ആളുകൾ ഇന്ന് ഈ സമരത്തിൽ വന്നതിലും അതിലൊരാളുണ്ട്. ഇന്ന് കേൾക്കൂ, ഇന്ന് ഈ സമരത്തിൽ എൻ്റെ ആഫീസിൻ്റെ പടിക്കൽ വന്നതിനകത്തുകൊണ്ട്. അപ്പോൾ അത് ആ പാർട്ടി അറിയണ്ടേ? പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വകുപ്പ് മന്ത്രി എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ബാർ ഫെഡറേഷൻ്റെ ഇവിടെ ഈ പറയുന്ന ഈ ശബ്ദരേഖയുള്ള വ്യക്തി ഒരു ബന്ധുവായിട്ട് നിൽക്കുന്നു. പിന്നെ എന്നെയോ എൻ്റെ മകനെയാണോ അവരാദ്യം കാണാൻ? പാർട്ടിക്കകത്തുള്ള ആളുകൾ, പാർട്ടിയിലെ നേതാക്കന്മാർക്ക് ആർക്കും അറിയാതെ ഇതൊക്കെ നടക്കുമോ? ഇത്രയും സംഭവം നടന്നിട്ടും ഈ ശബ്ദരേഖ പുറത്തു വന്നിട്ടും ഇവർക്കാർക്കും അറിഞ്ഞിട്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളല്ലേ. അത് ഞങ്ങളോട് ആലോചിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ. ഞങ്ങളോട് ആലോചിച്ചിട്ട് എന്ത് കാര്യമാണ്? അവർക്ക് അത് എന്തെങ്കിലും സാധിക്കണമെന്ന് വരികില്ല. ആ ഭരണസ്വാധീനമുള്ള ആളുകളെയല്ലേ അവർ സമീപിക്കുക. അതവിടെ തന്നെ ഉണ്ട്. ആ കൊട്ടയ്ക്കകത്ത് തന്നെ കിടപ്പുണ്ടെന്ന് തപ്പി നോക്കിയാൽ മതി. വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല.